നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ 1000-2000 വെച്ച് ഈ ഡീസലിന് കൊടുക്കാം. ഇന്നലെ എന്റെ മോളെ അവിടെ അഡ്മിറ്റ് ആക്കിയതാണ്. ഞാനൊരു ആശാവർക്കറാണ്, ഈസ്റ്റ് കല്ലടയിലെ ആശാവർക്കറും കൂടാണ്. ഞങ്ങളാണ് ഫീൽഡിൽ ചെന്നിട്ട് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്, എല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വെക്കുന്ന വ്യക്തി കൂടെ ഞാൻ. 4 മണിയായപ്പം കാണാൻ പെയിൻ ഉണ്ടാവാനുള്ള മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 6 മണിക്കും പെയിൻ ഉണ്ടാവാനുള്ള കൊടുത്തു, ഇനിമ കൊടുത്തു. അപ്പോഴും പറയുന്നത് കറണ്ട് ഇല്ല, പെട്ടെന്ന് മാറ്റണം, ഡീസൽ ഇല്ല. ഞങ്ങൾ അന്വേഷിച്ചാൽ പറയുന്നത് ഡീസൽ ഇല്ല. ഞങ്ങൾ പറഞ്ഞു ഡീസൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കാശ് തരാം. സൂപ്രണ്ടിനെ വിളിച്ചാൽ സൂപ്രണ്ട് ഒരിക്കലും വരുന്നില്ല. അദ്ദേഹത്തിന് ഒത്തിരി പ്രാവശ്യം ചെന്ന് നമ്മൾ ഇൻഫോം ചെയ്തു. എന്നാൽ നിങ്ങൾ റെഫർ ചെയ്യും, ഇവിടുത്തെ വിക്ടോറിയയിലേക്ക് വിളിച്ച് ഞങ്ങൾക്ക് അതിന് വേണ്ടത് എല്ലാം അറേഞ്ച് ചെയ്യും. അന്നേരവും ചെയ്യുന്നില്ല. കാരണം കുറെ സമയം നിങ്ങളുടെ ഭാര്യ എന്റെ ഭാര്യ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ റെഫർ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല. എന്ന് വെച്ചാൽ സൂപ്രണ്ട് കയറി വരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയി താഴെ പോയിട്ട് പുള്ളി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ ചോദിച്ചാൽ എന്താ തകരാറെന്താ ചോദിച്ചു. ജനറൽ തകരാറുണ്ട്. ഞാൻ പറഞ്ഞ നേഴ്സുമാരും ഡോക്ടർമാരടക്കം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീസലിന് പൈസ അനുവദിച്ചിട്ടില്ല, ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്, അനുവദിക്കുന്നത്. നമ്മൾ ഈ ബ്ലോക്കിൽ കൊടുത്ത് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ 1000-2000 വെച്ച് ഈ ഡീസലിന് കൊടുക്കാം. ഈ അവസാന നിമിഷം 4 മണിക്കും 6 മണിക്കും മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത്, വേദനകളുള്ള മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് 9 മണി, അത് 9 മണി കഴിഞ്ഞു. 9 മണി കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് പറയാം ഇവരെ പെട്ടെന്ന് നിങ്ങൾ കൊല്ലം താലൂക്കിലോട്ട് കൊണ്ടുപോകണമെന്ന്. കുമാർ, 3 മന്ത്രിമാരുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. അവിടെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായ KN ബാലഗോപാൽ അടക്കം ഈ ജില്ലയിലുണ്ട്. എന്നിട്ടാണ് ഇവിടെ പണം അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രോഗികളെ